ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷത്തിന് ഒരു അയവ് വന്നിരിക്കുന്ന സമയത്താണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യക്ക് നേരെ ഇറാന്റെ സൈന്യം വെടിയുതിർത്തു എന്നുള്ളത്. അപ്പോൾ ഇന്ത്യ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ഇത് ആവർത്തിച്ചു കഴിഞ്ഞാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന്. അതൊരു സൈനിക നടപടി ആയിരിക്കുമോ ഇന്ത്യ ഉദ്ദേശിക്കുന്നത്? ഇന്ത്യൻ സൈന്യത്തിന് വേണം നടപടി എടുക്കാൻ പറ്റും. കാരണം നമ്മുടെ നേവി അവിടെയുണ്ട്. എന്തായാലും ഇതുവരെയുള്ള യുദ്ധത്തിൽ ഇപ്പോൾ 40 ദിവസങ്ങളായിട്ട് യുദ്ധം കണ്ടിന്യൂ ചെയ്യുകയാണ്. 50 ദിവസം ആവാറായി. ഇതിൽ ഇറാൻ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരമാണ് ഇന്ത്യൻ ഷിപ്സ് നേരെയുള്ള ആക്രമണം എന്ന് പറയുന്നത്. അത് ഇന്ത്യ ഉദ്ദേശിച്ച് നടത്തിയ ആക്രമണമെന്ന് തോന്നുന്നില്ല. 14ഓളം ഷിപ്സ് വരുന്നതിൽ 7 ഇന്ത്യയുടെ ആയിരുന്നു. അതിൽ 2 നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഒരെണ്ണത്തിന് മിസൈൽ ഏറ്റു. അപ്പോൾ ഒരു വലിയ ഗ്രൂപ്പ് ഷിപ്സ് വരുമ്പോൾ നടത്തിയ ആക്രമണമാകാം. പക്ഷേ ഇന്ത്യയുടെ ഷിപ്പുകളെ ഒഴിവാക്കണം, ഇന്ത്യയുടെ ഷിപ്പിന് പോവാം എന്ന് ഇറാൻ നേരത്തെ പറഞ്ഞു വെച്ചിരുന്നതാണ്. ഒരുപക്ഷേ ആ ഒരു ഘട്ടത്തിൽ നിന്ന് അമേരിക്കയായിട്ടുണ്ടായ പുതിയ പ്രശ്നങ്ങൾ കാരണം പുതിയൊരു നയവ്യതിയാനത്തിലേക്ക് ഇറാൻ വന്നു കാണണം. അതായത് ആരുടെയും ഷിപ്പിനെ കടത്തിവിടണ്ട. അങ്ങനെ വന്നാൽ അത് ബാധിക്കാൻ പോകുന്ന ഒന്ന് ഇന്ത്യയും മറ്റ് ചൈനയാണ്. ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ചൈനയാണ്. അതുകൊണ്ട് തന്നെ ചൈനയെ ബാധിക്കുന്നുള്ളതുകൊണ്ട് തന്നെ 100% ഹോർമൂസ് അടച്ചിടുന്ന ഒരു നടപടിക്ക് ഇറാൻ തയ്യാറാവാൻ സാധ്യത കുറവാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നതാണ്. എങ്കിലും അവർ ഈ അബദ്ധം കാണിച്ചു. അതുകൊണ്ട് ഇന്ത്യ സ്ട്രിക്റ്റായിട്ട് വാണിംഗ് കൊടുത്തു. ഇത് കുഴപ്പമാണെന്ന് വെച്ചാൽ നമ്മുടെ നേവി അങ്ങോട്ട് ചെല്ലും എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ നേവി അവിടെ നിർത്തിയിരിക്കുന്നത് ഇറാൻ കുഴപ്പമുണ്ടാക്കാതിരിക്കാൻ വേണ്ടി മാത്രമല്ല, അമേരിക്ക കുഴപ്പമുണ്ടാക്കാതിരിക്കാനും കൂടിയാണ്. അമേരിക്ക അവിടെ ഉപരോധത്തിലുണ്ടല്ലോ, വരുന്ന ഷിപ്പിനെ വെടിവെക്കും, തിരിച്ചു വിടുന്നൊക്കെ പറഞ്ഞുള്ളത്. അത് നമുക്കൊന്നും കേൾക്കാൻ പറ്റില്ല. ഇതിനുള്ള സമയമില്ല ഇന്ത്യക്ക്. നമുക്കിവിടെ ഊർജ്ജാവശ്യങ്ങൾ നിറവേറ്റേണ്ടതുണ്ട്. അത് ഇറാൻ പറഞ്ഞാലും ഇന്ത്യക്ക് കേൾക്കേണ്ട ആവശ്യമില്ല, US പറഞ്ഞാലും കേൾക്കേണ്ട ആവശ്യമില്ല. അതിനുള്ള സമയമില്ല, അത്രേ ഉള്ളൂ. നമുക്കിവിടെ വന്ന് വേറെ പണിയുണ്ട്. ഇവരവിടെ യുദ്ധം ചെയ്യുമോ എന്നാന്ന് വെച്ചാൽ അത് അവരുടെയൊക്കെ ഇഷ്ടങ്ങളാണ്. പക്ഷേ നമ്മുടെ ഊർജ്ജാവശ്യങ്ങൾ ഇത് ബാധിക്കാൻ പാടില്ല, നമ്മുടെ അടുക്കളകളിൽ ഇത് ബാധിക്കാൻ പാടില്ല. നമ്മുടെ സർക്കാർ നോക്കുന്നത് ഇതൊന്നും ഇന്ത്യയെ ബാധിക്കരുത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ സ്ട്രിക്റ്റ് വാണിംഗ് ഇറാന് കൊടുത്തത്. അപ്പോൾ നാളെ ഒരു ഘട്ടത്തിൽ ഇനി സൈനിക നടപടി വേണ്ടി വന്നാൽ അത് ചെയ്യാം. പക്ഷേ അങ്ങനെ ഒരു സൈനിക നടപടി ഇറാനെതിരെ വേണ്ടി വരും തോന്നുന്നില്ല. കാരണം ഇന്ത്യയല്ലേ അവർക്ക് മരുന്നും ഇന്ത്യ അവരെ എല്ലാ വിധത്തിലും സഹായിക്കുന്ന. ഇന്ത്യ എന്ന് വെച്ചാൽ അടിസ്ഥാനപരമായിട്ട് ലോകത്ത് 5 രാജ്യങ്ങൾ, അത് തന്നെ പ്രധാനമായിട്ടും 3 രാജ്യങ്ങളാണ് ഇറാനെ നിലനിർത്തുന്നത് തന്നെ. അത് ഇന്ത്യ, ചൈന, റഷ്യ, ജപ്പാൻ ആൻഡ് സൗത്ത് കൊറിയ, ഇത്രയും രാജ്യങ്ങളാണ്. അതിൽ ഇന്ത്യയും റഷ്യയും ചൈനയാണ് ഏറ്റവും പ്രധാനം. ഈ 3 രാജ്യങ്ങളും നല്ല ലോജിസ്റ്റിക് സപ്പോർട്ട് ഇറാന് കൊടുക്കുന്നുണ്ട്. സൈനികപരമായിട്ടുള്ള സപ്പോർട്ടുകളും കൊടുക്കുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ റഷ്യയെന്നും ചൈനയെന്നുമാണ്. ഇന്ത്യയിൽ നിന്ന് പോലും കിട്ടുന്നുണ്ട്. പിന്നെ മരുന്നുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഭക്ഷണം, ഇതെല്ലാം നമുക്ക് ഒരർത്ഥത്തിൽ ധാരാളം ഇറാൻ്റെ സമ്പത്ത് ഫ്രീസ് ചെയ്ത് കിടക്കാമെന്ന് വേണേൽ പറയാം, നമ്മുടെ ഉൾപ്പെടെ എടുത്ത്. കാരണം ധാരാളം എണ്ണ വാങ്ങിയിട്ടുണ്ട്, പകരം വസ്തുക്കൾ മാത്രമേ കൊടുക്കുള്ളൂ. ഡോളറിൽ പേ ചെയ്ത് പോകേണ്ടതായിരുന്നു, അത് പറ്റുന്നില്ല. അല്ലെങ്കിൽ മറ്റു കറൻസി പോകേണ്ടതായിരുന്നു. ഒരു കറൻസി വെച്ചിട്ടും ഇറാനുമായിട്ട് ട്രാൻസാക്ഷൻ നടത്താൻ പറ്റുന്നില്ല. പിന്നെ ആകെ പറ്റുന്നത് ചൈനീസ് യുവാനിലാണ്. അപ്പോൾ ഈയിടെ എണ്ണ വാങ്ങി യുവാനിൽ പേ ചെയ്യുന്നൊരു സമ്പ്രദായം വന്നു കഴിഞ്ഞു. കാരണം വേറൊന്നിൻ്റെയും ഇത് പറ്റില്ല. അങ്ങനെയാണേ നമ്മുടെ കറൻസി രൂപ കൊടുത്ത് പോലും അവരുമായിട്ട് പറ്റാത്ത വിധത്തിൽ ഉപരോധങ്ങളുണ്ട്. അങ്ങനെയാണ്. ഈ ഘട്ടത്തിൽ ഇത്രയും ഇറാനെ സഹായിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ നമ്മുടെ ഒരു ഊർജ്ജാവശ്യത്തെയും ഇറാൻ തടസ്സപ്പെടുത്താൻ പാടില്ല. ഇതാണ് ഇന്ത്യയുടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള. അതുപോലെ ഒരു ഇറാന്റെ നേവി ഷിപ്പിനെ നമ്മളല്ലേ സംരക്ഷിക്കുന്നത്? അപ്പോൾ ഇറാൻ നമ്മളോട് ചെയ്യുന്നത് തെറ്റല്ലേ? അല്ല, ഇറാൻ്റെ തെറ്റ് കാണിച്ചത് വിശ്വസിക്കണില്ല. അതാണ് ഞാൻ വീണ്ടും പറഞ്ഞത്, അവർ അബദ്ധമാണ് കാണിച്ചത്. അതായത് ഒരു ഗ്രൂപ്പ് ഷിപ്പ് വന്നപ്പം അതിനെ ആക്രമിക്കുന്നുള്ളൂ. ഇനി മുഴുവൻ പേരെയും ബ്ലോക്ക് ചെയ്യാം എന്നൊരു തീരുമാനം എടുത്താൽ അബദ്ധം തന്നെയാണ്. കാരണം അത് ഇന്ത്യയുടെയും ചൈനയുടെയും താല്പര്യങ്ങൾക്കെതിരാണ്. അടിസ്ഥാനപരമായിട്ട് ഇറാൻ നോക്കേണ്ട പ്രധാനപ്പെട്ട 2 താല്പര്യങ്ങൾ മറ്റാരുടെ ഉണ്ടെങ്കിൽ അത് ഇന്ത്യയുടെയും ചൈനയുടെയും തന്നെയാണ്. അതുകൊണ്ട് അവർ ആ ഉണ്ടായ ഒരു സ്റ്റെപ്പിൽ നിർത്തിക്കാണും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അതിനപ്പുറത്തേക്ക് പോകാൻ യാതൊരു സാധ്യതയില്ല. അവരുടെ ഒരു ഷിപ്പിനെ നമ്മൾ രക്ഷിക്കുമ്പോൾ വേറൊരു ഷിപ്പിനെ ശ്രീലങ്കയും രക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു ഷിപ്പുണ്ട് എന്ന് പറയുന്നതിലല്ല കാര്യം, അത് പുതിയൊരു കാര്യമാണ്. ഇറാനുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം വളരെ പഴയതാണ്. ഇറാനുമായിട്ട് എത്രയോ വർഷങ്ങളായിട്ട് നമുക്ക് മികച്ച അടുപ്പമുണ്ട്. ഈവൻ പാകിസ്ഥാൻ നമ്മുടെ കാശ്മീർ പ്രശ്നം UN ഉന്നയിക്കുമ്പം നമ്മുടെ ഒപ്പം നിൽക്കുന്ന രാജ്യം എന്നുള്ള നിലയ്ക്കാണ് ഇറാൻ കൂടുതൽ നമ്മളോട് രാഷ്ട്രീയമായിട്ടുള്ള അടുപ്പം കാണിക്കുന്നത്. നമ്മൾ തിരിച്ചതുപോലെ തന്നെയാണ്. ഇറാൻ്റെ കാര്യങ്ങൾക്ക് എപ്പോഴും ഒപ്പം തന്നെ ആയിരിക്കും. UN ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇറാനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇന്ത്യ ഉണ്ടാവും. ഇത് വർഷങ്ങളായിട്ട് അങ്ങനെയാണ്. അതുപോലെ തന്നെ അവയെ എന്ത് വിരോധം വന്നാലും ശരി, അവരുടെ ആൾക്കാർക്ക് ഇവിടെ വരാം. അവിടെ പഠിക്കുന്നവരുണ്ട്, ധാരാളം വിദ്യാർത്ഥികൾ പൂനെ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ ഇറാനിയൻ സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഭക്ഷണം, മരുന്നുകൾ തുടങ്ങിയിട്ട് ഇറാനിന് രാജ്യം നിലനിൽക്കാൻ പാടില്ല. അവർക്കവിടെ എണ്ണയുണ്ട്, അവർ കയറ്റി അയക്കുന്നുണ്ട്. പക്ഷേ അവരവിടെ ഒത്തിരി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നമ്മളെപ്പോൾ ഒരു രാജ്യമാണിത്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്കാരെ പോലെ ജനതയാണ്. ബുദ്ധിയുണ്ട്, കണ്ടുപിടുത്തങ്ങളുണ്ട്,
അവർക്ക് അവരുടേതായിട്ടുള്ള ധാരാളം സ്ഥാപനങ്ങളുണ്ട്, ജനജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്, കുടുംബജീവിതമുണ്ട്, സംസ്കാരമുണ്ട്, എല്ലാം ഉള്ളൊരു രാജ്യം. ഇന്ത്യയെ പോലെ തന്നെ, ഇന്ത്യ അങ്ങനെ തന്നെയാണ് കണ്ടേക്കണം, നമ്മളെപ്പോലെ രാജ്യം. ആകെ വ്യത്യാസം തന്നെ ഒരു മതം മാത്രമേ വ്യത്യാസമുള്ളൂ. മതം അല്പം വ്യത്യാസമാണെങ്കിൽ പോലും സാംസ്കാരികമായിട്ട് ഇറാൻ ഇന്ത്യയും തമ്മിൽ ധാരാളം അടിസ്ഥാന ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങൾക്ക് വളരെ പഴക്കമുണ്ട്. ആ ബന്ധങ്ങൾക്ക് 3000 4000 അതിനപ്പുറം വർഷങ്ങളുടെ പഴക്കമുണ്ട്. അങ്ങനത്തെ ഒരു രാജ്യമാണ് ഇറാൻ. അതുകൊണ്ട് ഇന്ത്യ ഇറാനും തമ്മിൽ നയതന്ത്ര പ്രശ്നം വലിയ രീതിയിൽ വരേണ്ട ഒന്നിലേക്ക് പോകാൻ സാധ്യതയില്ല. മാത്രമല്ല, ഇപ്പം ഗൾഫിൽ യുദ്ധത്തിൻ്റെ തുടക്ക സമയത്ത് ഫ്രാൻസിൻ്റെയും ബ്രിട്ടൻ്റെയും ഒക്കെ ചില കേന്ദ്രങ്ങൾക്കേറെ ഇറാൻ്റെ ആക്രമണം ഉണ്ടായി. വേഗം തന്നെ ആ രാജ്യങ്ങൾ, ഫ്രാൻസും ബ്രിട്ടനും ഒക്കെ അമേരിക്കയ്ക്ക് ലോജിസ്റ്റിക് സപ്പോർട്ട് ഒരുക്കാനാണ് ശ്രമിച്ചത്. കാരണം അവർ യുദ്ധത്തിൽ നേരിട്ടില്ലെങ്കിലും പരോക്ഷമായിട്ടെങ്കിലും പങ്കാളിയാവുന്നു. ഇന്ത്യ അങ്ങനെ ആവാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി ഏതെങ്കിലും ഒരു ഇറാനിയൻ ഷിപ്പിനെതിരെ ഇല്ലെങ്കിൽ അവരുടെ നേവിക്കെതിരെ സൈന്യാക്ഷൻ വേണ്ടി വന്നാൽ ഇന്ത്യ സ്വന്തം നിലയ്ക്ക് ചെയ്യുള്ളൂ. അല്ലാതെ അമേരിക്കയായിട്ട് ചേർന്നിട്ടും ചെയ്യില്ല. നമുക്ക് വല്ലതും ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ സ്വന്തം നിലയ്ക്ക് ചെയ്യും. നമ്മൾ ഇവരുടെ ആരുടെയും പക്ഷം പിടിക്കാൻ പോകുന്നില്ല. ഇന്ത്യ ഈ ഒരു കാരണം കൊണ്ട് ഒരു അമേരിക്കൻ പക്ഷത്തേക്ക് പോകാനും പോകുന്നില്ല. ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്വതന്ത്രമായിട്ടുള്ള നിലപാടുണ്ട്. അങ്ങനത്തെ രാജ്യമാണ് ഇന്ത്യ. ഇറാനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ഇറാനെ എവിടെ പ്രതിഷ്ഠിക്കണമെന്നും എവിടെ നമ്മൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നുവെന്നും നമുക്ക് വ്യക്തമായ ബോധങ്ങളുണ്ട്, ബോധ്യങ്ങളുമുണ്ട്. അതിൽ US നമ്മൾ കൊടുക്കുന്നതൊക്കെ പ്രാധാന്യം നമ്മൾ ഇറാന് കൊടുത്തിട്ടുണ്ട്. തിരിച്ചും അതേ പ്രാധാന്യം ഇറാൻ നമുക്കും തരുന്നുണ്ട്. റഷ്യയും ഇന്ത്യയും ചൈനയും ഇല്ലാതെ ഒരു ഇറാൻ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ ഒരു അറ്റാക്ക് ഉണ്ടായെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള അവസ്ഥയിലാണെങ്കിൽ അത് അവരുടെ അബദ്ധമാണ്. ഇനി അതിനപ്പുറത്തേക്കൊന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇറാൻ തന്ത്രങ്ങൾ തന്നെ മാറ്റുന്നുവെന്നും ലോകത്തെ മൊത്തത്തിൽ ഒരു 3-4 യുദ്ധത്തിലേക്ക് നയിക്കാനുള്ള തയ്യാറെടുപ്പിൽ ആണോ എന്നൊരു ചോദ്യം ബാക്കിയാണ്. ആണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. കാരണം അതുകൊണ്ട് യഥാർത്ഥത്തിൽ അവർക്ക് ആവശ്യമൊന്നുമില്ല. അമേരിക്കയുടെ ഒരു കടുംപിടുത്തം മാത്രമാണ് ഇപ്പോൾ പ്രശ്നം ഉണ്ടായത്. നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, അമേരിക്ക പോയി ഇസ്ലാമാബാദ് ചെന്നു, ഇറാനുമായിട്ട് ഒരു മേശയുടെ അപ്പുറം ഇപ്പുറം ഇരുന്നു. എല്ലാം കഴിഞ്ഞ് അതിനുശേഷം ഇസ്രായേലിനെ ഇറാൻ ആക്രമിച്ചിട്ടില്ല. ഒരു മിസൈൽ പോലും ഇസ്രായേൽ വീണിട്ടില്ല. ഇറാൻ വാക്ക് പാലിച്ചിട്ടുണ്ട്. എന്നാൽ ഇസ്രായേൽ എന്താ ചെയ്തത്? അവർ ലെബനിൽ പിന്നെ യുദ്ധം കണ്ടിന്യൂ ചെയ്തു. അത് ഇറാൻ പ്രതിഷേധിച്ചു. അതുകൊണ്ട് അവസാനം അമേരിക്ക ഇടപെടേണ്ടി വന്നു, യുദ്ധം നിർത്തുമെന്ന് പറഞ്ഞ്. അങ്ങനെ ഇസ്രായേൽ വരെ അവസാനം യുദ്ധം നിർത്തി. പക്ഷേ അമേരിക്ക എന്താ കാണിക്കുന്നത്? ഹോർമുസിൽ ഉപരോധിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ചെയ്യേണ്ട ഒരാവശ്യമുള്ളതല്ല. ഇറാനിയൻ തുറമുഖങ്ങളിൽ നിന്ന് കപ്പലുകൾ വെളിയിൽ പോവില്ല എന്നത്. ഇറാനിയൻ തുറമുഖങ്ങളിൽ നിന്ന് ആരാണ് ഈ കപ്പലുകളിലെ സാധനം സ്വീകരിക്കുന്നത്? പ്രധാനമായിട്ട് ഇന്ത്യയും ചൈനയാണ്. അപ്പം അതിനർത്ഥം എന്താ? 3 രാജ്യങ്ങളെ ഒരു മേശയുടെ അപ്പുറത്തും ഇപ്പുറത്തും കൊണ്ടുവന്ന് ഡീൽ സൈൻ ചെയ്യിക്കുക. ഇതാണ് അമേരിക്കയുടെ ആവശ്യം. അമേരിക്കയെ കഷ്ടപ്പെടുന്ന മുഴുവൻ ആദ്യം ഇറാനെ കൊണ്ട് ഡീൽ സൈൻ ചെയ്യണം. ഇക്കൂട്ടത്തിൽ ഒരു ഊർജ്ജ പ്രതിസന്ധി ഇന്ത്യക്കും ചൈനയ്ക്കും ഉണ്ടാക്കിയിട്ട് വ്യാപാര കരാർ സൈൻ ചെയ്യിക്കുക എന്നാണ് അവരുടെ ഉദ്ദേശം. ദുരുദ്ദേശമാണ്, നടക്കാൻ പോകുന്ന കാര്യമല്ല. അതിന് വീഴാനും ഇവരാരും തയ്യാറല്ല. അപ്പോൾ ഇറാൻ നോക്കുന്നത് അങ്ങനെ ഒന്നിന് വഴങ്ങി നിൽക്കാൻ ഞങ്ങൾ തയ്യാറല്ല, ഞങ്ങൾ അറ്റാക്ക് ചെയ്യും എന്നുള്ളതാണ്. ശരിക്കും ഇറാൻ ഇപ്പോൾ അറ്റാക്ക് ചെയ്യേണ്ട ആരെയെന്ന് വെച്ചാൽ ആ US നേവിയെ തന്നെയാണ്. പക്ഷേ ഒരു വെടിനിർത്തൽ കരാറുള്ളതുകൊണ്ടാണ് അവർ ചെയ്യാതെ. അത് തീരാൻ 3 ദിവസമുള്ളൂ. അതെ, ഈ മര്യാദയ്ക്ക് തീരുകയാണ്. അപ്പം ഇവർ മര്യാദയ്ക്ക് നയം മാറ്റാൻ തയ്യാറായില്ലെങ്കിൽ ഇറാൻ നേരെ അവരെ അറ്റാക്ക് ചെയ്തു വരും. അമേരിക്കൻ വാർഷിപ്പുകൾ ഇനി ഇറാൻ അറ്റാക്ക് ചെയ്യും. അതാണ് ഉണ്ടാകാൻ പോണത്. ഇറാന് സാധിക്കും. മിസൈൽസും ഡ്രോൺസും വെച്ച് സാധിക്കും. 4000 കിലോമീറ്റർ വരെ പോകുന്ന മിസൈൽ അവർക്കുണ്ട്. അതിന് പ്രിസിഷൻ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കൃത്യമായ ഒരു കോർഡിനേറ്റ് വെച്ചിട്ട് അവിടെ പോയിട്ട് അടിക്കാൻ സാധ്യതയുണ്ട്. കാരണം അക്കാര്യത്തിൽ ചൈനയും അതുപോലെ തന്നെ റഷ്യയൊക്കെ അവരെ സഹായിക്കുന്നുണ്ട്. അവർക്ക് ഉപഗ്രഹ ഡേറ്റയൊക്കെ കൊടുത്തിട്ട് കൃത്യമായ സഹായം കൊടുക്കുന്നുണ്ടാവും. പിന്നെ വേറെ ചില ശക്തികൾ ഉണ്ട് ഇറാന്. പ്രധാനമായിട്ട് അവരുടെ നേവൽ പവർ എന്ന് പറഞ്ഞാൽ അമേരിക്ക വിചാരിച്ചിരിക്കുന്നത് ഈ വലിയ കുറേ കപ്പലുകൾ കടലിൻ്റെ ഉപരിതലത്തിലുള്ളത് അത് മുങ്ങിപ്പോയാൽ തീരും എന്നാണ്. സത്യത്തിൽ ഇറാൻ്റെ ഒരു നേവൽ ഷിപ്പ് പോലും ഇപ്പോൾ യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ല. അതെല്ലാം ഒതുക്കിയിട്ടേക്കുക. ചിലത് തകർത്തു, മുങ്ങി താഴ്ത്തു, ചിലത് തുറമുഖങ്ങളിലുണ്ട്, ഒന്ന് ഇന്ത്യയിലുണ്ട്, ശ്രീലങ്കയിലുണ്ട്, എവിടെയൊക്കെയാണ്. പക്ഷേ ഇവർക്ക് കില്ലർ ബോട്ടുകളുണ്ട്, വളരെ സ്പീഡിൽ പാഞ്ഞു പോകുന്ന ആയുധങ്ങൾ പിടിപ്പിച്ച ബോട്ടുകൾ. അത് ഉപയോഗിച്ച് ഗറില്ലാക്രമണം പോലത്തെ ആക്രമണം നടത്താൻ അവർക്ക് പറ്റും. ഇത് കൂടാതെയാണ് മിഡ്ജറ്റ് സബ്മറൈൻസ് ഉള്ളത്, ചെറിയ ചില സബ്മറൈൻസ്. അത് ഹോർമൂസിൻ്റെ അടിത്തട്ടിൽ വിശ്രമിക്കുന്നുണ്ട്. ആവശ്യമുള്ള പൊക്കെ ഓപ്പറേറ്റ് ചെയ്ത് ഇവർക്ക് പോയിട്ട് അമേരിക്ക അറ്റാക്ക് ചെയ്യാൻ പറ്റും. ഏറ്റവും അധികം അമേരിക്ക ശ്രദ്ധിക്കേണ്ടത് ഇതിനെയാണ്. ഇത് രണ്ടും കൂടാതെയാണ് റഷ്യയുടെ സബ്മറൈൻസ് അവിടെ ഉള്ളത്. ഒരു വലിയ യുദ്ധത്തിലേക്ക് പോകാനാണ് അമേരിക്ക താല്പര്യമെങ്കിൽ ഇവരെല്ലാം ഇടപെടും. അമേരിക്കയാണ് ഇപ്പം സത്യം പറഞ്ഞാൽ ഒരു 3-4 യുദ്ധത്തിലേക്ക് നയിക്കാൻ ശ്രമിക്കുന്നത്. അവിടെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇറാനെ ഇങ്ങനെ പ്രഷറൈസ് ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യക്കും റഷ്യയ്ക്കും പ്രഷറും വന്നാൽ പല നീക്കങ്ങളും പലർക്കും എടുക്കേണ്ടി വരും. ഇപ്പോഴും ചൈനയ്ക്ക് സംയമനമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ തൈവാനെതിരെ ഒരു നീക്കം ചൈന നടത്തിയിട്ടില്ല. POK പിടിച്ചെടുക്കുന്ന നീക്കം നമ്മൾ നടത്തിയിട്ടില്ല. വേണമെങ്കിൽ ഈ സമയത്ത് ചെയ്യാം. കാരണം അമേരിക്ക ഒരു യുദ്ധത്തിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ അത് മുതലെടുക്കാൻ ഏത് രാജ്യത്തിനും പറ്റും. ഇതൊന്നും ചെയ്യുന്നില്ല. സംയമനത്തോടു കൂടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. യുദ്ധം അവസാനിക്കുകയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്.
ഇറാൻ്റെ അനുകൂലമായിട്ട് ചർച്ചകളിൽ കൂടി ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ അതുണ്ടാവട്ടെ എന്ന് തന്നെയാണ് ഇന്ത്യയും ചൈനയും റഷ്യയും എല്ലാം ആഗ്രഹിക്കുന്നതിന്. അതുകൊണ്ടാണ് ആരും സംയമനം വിടാത്തത്. സംയമനം ഇല്ലാണ്ട് പെരുമാറുന്നത് അമേരിക്കയാണ്. പിന്നെ യുദ്ധം ഒരു 40 ദിവസത്തിനടുത്ത് ആവറായപ്പോഴത്തേക്ക് അമേരിക്ക മനസ്സിലായി കയ്യിലെ ആയുധങ്ങൾ തീരുകയാണ്, ഇറാനെ തീർക്കാൻ പറ്റുന്നില്ല, കീഴടക്കാൻ പറ്റുന്നില്ല, ഉദ്ദേശമാറ്റമൊന്നും ഉണ്ടായില്ല. അവസാനം ഹോർമുസ് അടഞ്ഞു കിടക്കുന്നു. അമേരിക്ക അവസാനം പ്രഖ്യാപിക്കുക നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം ഹോർമുസ് തുറക്കുക എന്നുള്ളതാണ്. യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ ഇതായിരുന്നില്ല ലക്ഷ്യം. തുടക്കത്തിൽ ഇറാനിയൻ സർക്കാരിനെ മാറ്റുക, റെജിം ചേഞ്ച് ആയിരുന്നു ലക്ഷ്യം. എന്നിട്ട് അവരുടെ യുറേനിയം പിടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അമേരിക്കയ്ക്ക് താല്പര്യമുള്ള പാവ സർക്കാരെ പ്രതിഷ്ഠിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അവസാനം എന്തായി? ഗോൾ മാറ്റി സെറ്റ് ചെയ്യേണ്ടി വന്നു. എതിരാളിയുടെ ഗോൾ പോസ്റ്റ് ഗോൾ അടിക്കാൻ പറ്റിയില്ലെങ്കിൽ അവൻ്റെ ഗോൾ പോസ്റ്റ് എടുത്ത് സ്വന്തം ഗോൾ പോസ്റ്റ് അടിച്ച് വെച്ചിട്ട് അതിലേക്ക് ഗോൾ അടിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ അമേരിക്ക കാണിക്കുന്നത്. അങ്ങനെ എടുക്കുക എതിരാളി സമ്മതിക്കാത്തതുകൊണ്ട് സ്വന്തമായിട്ട് അവർ ഉണ്ടാക്കി വെച്ചിട്ട് എതിരാളിയുടെ പേര് എഴുതി വെച്ചു, എന്നിട്ട് അതിലേക്ക് ഗോൾ അടിക്കുകയാണ്. ഇതാണ് സത്യത്തിൽ അമേരിക്ക കാണിക്കുന്നത്. കാരണം എന്താ? ഈ ഹോർമൂസ് എങ്ങനെ അടഞ്ഞു പോയത്? അമേരിക്കയുടെ ആക്ഷൻ കാരണം. അവസാനം ഹോർമൂസ് തുറക്കുക. ഇതിലും വലിയ വിറ്റതല്ല. ഇറാനുമായിട്ട് വെടിനിർത്തൽ വേണം ആവശ്യപ്പെടുന്ന അമേരിക്ക. സാധാരണ ഇതിൽ ഒരു രാജ്യം വേറെ അത് ആക്രമിക്കുമ്പോൾ ആക്രമിക്കപ്പെടുന്നവരാണ് പറയേണ്ടത് വെടിനിർത്തൽ വേണം. ഇത് ആക്രമിച്ചും പോയി പറയും ഞങ്ങൾക്ക് വെടിനിർത്തൽ. നീ എന്തിനാടാവേ അറ്റാക്ക് ചെയ്യാൻ പോയെന്നല്ലേ നാട്ടുകാർ ചോദിക്കുള്ളൂ. ഉണ്ടായിരുന്ന പോരുന്നോ? അവിടെ വല്ല കാര്യമുണ്ടോ ഇതിൻ്റെ? ഇതാണ് അമേരിക്ക ഇന്ന് ചാടിയേക്കണ ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത്. ദുരന്തമായി. ഇത് എങ്ങനെ അമേരിക്ക എന്ന് വെച്ചാൽ ആലോചിച്ചു, ലോകത്തെ ഏറ്റവും ഇന്നേ വരെയുള്ള ലോകചരിത്രത്തിൽ ഏറ്റവും ശക്തമായ രാഷ്ട്രമാണ്. 240 വർഷം കൊണ്ടാണ് ഈ രാഷ്ട്രം ഇത്രയും വലുതായത്, ശക്തമായത്. അതിന് വെറും 40 ദിവസം കൊണ്ട് ട്രംപ് തീർത്ത് കൈ കൊടുത്തു. ഇതാണ് ട്രംപിൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ. നമ്മളൊക്കെ പണ്ട് ചരിത്രത്തിൽ പഠിക്കുമല്ലോ, മുഗൾ ചക്രവർത്തി അക്ബറിൻ്റെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു എന്ന് ചോദിക്കണ പോലെ ട്രംപിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ നാറ്റിച്ച് നാണം കെടുത്തി എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഭരണ സംഭാവന എന്ന് പറയുന്നത്. ഈ അവസ്ഥയിൽ രാജ്യത്തെ കൊണ്ട് ചാടിച്ചു വെച്ചു എന്നുള്ളതാണ്. അപ്പം ഇവരുടെ സകല കണക്കുകൂട്ടലും തെറ്റി. അവസാനം വെടിനിർത്തൽ ആവശ്യപ്പെടേണ്ടി വന്നു. അതൊരു പക്ഷേ റീഇൻഫോഴ്സ്മെൻറ്റിന് വേണ്ടിയുള്ള സമയമായിരിക്കും. ഇത് കഴിഞ്ഞ് വീണ്ടും യുദ്ധം തുടങ്ങി എന്ന് വെച്ചിട്ട് ഇവർ വല്ലതും നേടുമോ? സംശയമാണ്. അവിടെയാണ് ഇറാൻ കൊടുക്കുന്ന മുന്നറിയിപ്പ്, ഇത് തേർഡ് വേൾഡ് വാറിലേക്ക് പോയി എന്ന് വരും എന്നുള്ളത്. അങ്ങനെയെങ്കിൽ റഷ്യയും ചൈനയും അവരുടെ സംയമനം എന്നില്ലാണ്ടാവണം. അന്ന് 3-4 യുദ്ധം തുടങ്ങും. തുടങ്ങല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് യൂറോപ്യൻ യൂണിയൻ ഇരിക്കുന്നത്. കാരണം അവരുടെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല. ഉള്ള ആയുധങ്ങൾ മുഴുവൻ കൊണ്ട് ഉക്രൈന് കൊടുത്തു. അവിടെ ഉക്രൈൻ അത് റഷ്യയ്ക്ക് നേരെ അടിച്ചു. അങ്ങനെ ആയുധം തീർന്നിരിക്കുക. അവസാനം പുതിയ ആയുധങ്ങളെ ഉണ്ടാക്കി ഉക്രൈന് കമ്പനികൾ സപ്ലൈ ചെയ്യണം. പിന്നെ സ്വന്തം നിലയ്ക്ക് കുറേയധികം ഡ്രോണുകൾ ഉണ്ടാക്കാൻ ഉക്രൈന് പറ്റുന്നതുകൊണ്ടാണ് അവൻ പിടിച്ചു നിൽക്കുന്നത്. ഈ സമയത്ത് 3-4 യുദ്ധം വന്നാൽ യൂറോപ്യൻ രാജ്യങ്ങൾ പെടും. റഷ്യൻ മിലിറ്ററി യൂറോപ്പിലേക്ക് ഇറങ്ങിയാൽ അതോടുകൂടി യൂറോപ്പിൻ്റെ അവസാനവും. അല്ലെങ്കിൽ തന്നെ പ്രതിസന്ധിക്ക് മുകളിൽ പ്രതിസന്ധിയായിട്ട് ഊർജ്ജ പ്രതിസന്ധി ഉണ്ട് ഈ ഹോൾ യൂറോപ്പിൽ. അപ്പോൾ നാറ്റോ സഖ്യകക്ഷികൾക്ക് അനങ്ങാൻ വയ്യാത്ത സ്ഥിതിയാക്കി വെച്ചിരിക്കുകയാണ് ഒരു യുദ്ധം കാരണം. അതിന് പുറമെയാണ് കുന്നുമ്മ കുരു പോലെയാണ് രണ്ടാമത്തെ യുദ്ധമായിട്ട് ഇറാനുമായിട്ടുള്ള യുദ്ധം വന്നേക്കുന്നത്. അത് ലോകയുദ്ധമായിട്ട് വളർന്നാൽ 3 രാജ്യങ്ങൾക്കേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അത് ഇന്ത്യയോ റഷ്യയും ചൈനയാണ്. അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ പാശ്ചാത്യ ശക്തികൾക്ക് ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ദുരന്തത്തിലേക്ക് അവർ പോയി ചാടും എന്നുള്ളതാണ് അമേരിക്കയ്ക്ക് ഇപ്പോൾ കാണിക്കുന്ന മണ്ടത്തരത്തിൻ്റെ അവസ്ഥ. അങ്ങനെ വരാതിരിക്കട്ടെ അമേരിക്കയെ എന്ന് മാത്രം ഒരാശംസ കൊടുക്കാം. ഇത്ര ഇപ്പോൾ പറയാനുള്ളൂ.